ഇപ്പോൾ തസൂഫ് വലിയ സംഗതിയാണ്. ആത്മീയമായി ചിന്തിച്ച് ഈ ഭൗതികമായ സംഗതികളെ മൊത്തം ഉപേക്ഷിക്കൽ നന്നായിട്ട് ഫലം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷേ തസൂഫിന്റെ കൈപുസ്തകമായ വലിയ ആവാനുള്ള ആളുകൾ പഠിക്കണമെന്നും പ്രയോഗിക്കണമെന്നും ദൈനന്ദി മഖ്ദൂം ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയ അദ്ഖിയ തന്നെ പരിശോധിക്കുക. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മഖ്സബിൻ. കുടുംബമുള്ള ആൾ, ഭാര്യയുള്ളയാൾ, മക്കളുള്ള ആൾ, ചെലവെടുക്കൽ നിർബന്ധമായ മാതാവും പിതാവൊക്കെ ഉള്ളയാൾ. അമ്മൽ മുഈൽ ലാ യജൂസു ഖുഊദുഹു അൻ മഖ്സബിൻ. ജോലി ചെയ്യാതവൻ എവിടെയെങ്കിലും കുത്തിയിരുന്ന് മഖ്ബറയിലാകട്ടെ പള്ളികളിലാവട്ടെ ദിക്റും ഖുർആനുമായി കൂടൽ അനുവദനീയമേ അല്ല. അമ്മൽ മുഈൽ അത് പറ്റും ഏകനാണെങ്കിൽ. ഏകനാണ്, മൂപ്പർക്ക് ആരുമില്ല, ലൈംഗികമായി അയാൾക്ക് താല്പര്യമൊന്നുമില്ല, അതുവഴി ഹറാമൊന്നും സംഭവിക്കില്ല. കല്യാണം കഴിച്ചില്ല എന്നതുകൊണ്ട് ലൈംഗികമായ അധർമ്മത്തിന്റെ ഒരു സംഗതിയിലേക്കും അയാൾ എത്തിപ്പെടൂല. അത്രമേൽ ശ്രദ്ധാലുവാണ്, സൂക്ഷ്മശാലിയാണ്. അങ്ങനത്തെ ഒരാൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ദിക്റും സലാത്തുമായിട്ട് നടന്നു, സിയാറത്തുമായി നടന്നു, മഖ്ബറകളിൽ നിന്ന് മഖ്ബറകളിലേക്ക് അയാൾ പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു. അയാളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതല്ലെങ്കിൽ നാം ചെലവെടുക്കൽ നിർബന്ധമായ വൃദ്ധരായ രോഗികളായ മാതാവും പിതാവും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾ ഞാനൊരു സൂഫിയാന്ന് പറഞ്ഞിട്ട് അന്തം മുട്ട് നടക്കാൻ പാടുണ്ടോ? ഇല്ല. അമൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മഖ്സബിൻ. ജോലി ചെയ്യാതെ അയാൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ദിക്റിന്റെ ആളാന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ പാടില്ല. നേരെ മറിച്ച് അവൻ ജോലി ചെയ്യണം. എന്ന് വെച്ചാൽ മനുഷ്യനെ ഈ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോ ആഖിറത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഇത് എന്ന ബോധത്തോടു കൂടെ തന്നെ ഈ ദുന്യാവിൽ അള്ളാഹു അനുവദിച്ചതായ ജീവിതം അല്ലലില്ലാതെ കഴിയാൻ പറ്റും വിധത്തിലുള്ള അധ്വാനം നടത്താൻ നമ്മളെയൊക്കെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദുന്യാവിന് വേണ്ടി അധ്വാനിക്കുന്നതും ദീനിന്റെ കൽപ്പനയായി മാറും. അതുകൊണ്ടാണ് അതിരാവിലെ വളരെ അർജന്റായിട്ട് സഹാബികളുടെ മുന്നിലൂടെ പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജോലിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് സഹാബി വര്യന്മാർ ഇങ്ങനെ അപശ്രുതി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ആരോഗ്യവും അദ്ദേഹം ഈ ഒഴിവു സമയവും അദ്ദേഹത്തിന്റെ യുവത്വവും യൗവനവും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തുന്നത്, അദ്ദേഹം അതിരാവിലെ അതിശീഘ്രം മുന്നോട്ട് പോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനാണെങ്കിൽ അദ്ദേഹം ദീനിന്റെ മാർഗത്തിലുള്ള പോരാളിയാണ്. അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്നത് തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും അന്നം നൽകാനാണെങ്കിൽ അദ്ദേഹം ദീനിനു വേണ്ടിയുള്ള പോരാളിയാണ്. ഇതൊന്നും വേണ്ട, സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കാൻ, ആരെങ്കിലും മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് വല്ലതും തരണേന്നും പറഞ്ഞിട്ട് അള്ളാഹു മനുഷ്യന് നൽകിയ ആദരവിനെ നശിപ്പിക്കാതിരിക്കാൻ സ്വന്തം കാര്യം ഭംഗിയിലും മനോഹരവുമായി നടത്താനാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാളി തന്നെയാണ്. മെയ് 1 നമ്മൾ തൊഴിലാളി ദിനമൊക്കെ ആഘോഷിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രമേൽ ആത്മാഭിമാനത്തോടുകൂടെ പ്രഖ്യാപനം നടത്തുന്നു. ഈ അധ്വാനം മുഴുവനും ഒന്നുപോലും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ലളിത ചിന്ത വഴി ആലോചിക്കുകയാണെങ്കിൽ ദീനീപരമല്ല എന്ന് തോന്നും. കാരണം അയാൾ ദീനിനു വേണ്ടിയിട്ട് പോരാട്ടം നടത്തുകയല്ല, യുദ്ധത്തിൽ പങ്കെടുക്കുകയല്ല. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒരു പള്ളി നിർമ്മാണത്തിന് പണം സ്വരൂപ കൂട്ടാനൊന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാനാണ് ഒരാൾ ഇങ്ങനെ അധ്വാനിക്കുന്നതെങ്കിൽ അദ്ദേഹം ദീനിലുള്ള പോരാട്ടത്തിൽ തന്നെയാണെന്നാണ്.